الحمد لله رب العالمين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, പ്രബോധകരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു വേദിയിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടുവാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅ്മതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം ഈ പുണ്യമണ്ണിൽ വെച്ച്, മക്കയിൽ വെച്ച് പഠിക്കുവാൻ ആരംഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീനുൽ ഇസ്ലാമിൽ രണ്ടാം പ്രമാണമായ ഹദീസ് പഠനത്തിൻ്റെ വിഷയത്തിൽ ഉസൂൽ ഹദീസിൻ്റെ സ്ഥാനം വലിയതാണ്. ഹദീസ് നിദാന ശാസ്ത്രം, ഹദീസ് സഹീഹാണോ ദുർബലമാണോ, സ്വീകാര്യമായ ഹദീസാണോ ദുർബലമാണോ, എങ്ങനെയാണ് നാം പരസ്പരം വേർതിരിച്ച് മനസ്സിലാക്കുക? ഹദീസിൻ്റെ പരമ്പര കണ്ടാൽ നാം എങ്ങനെയാണ് ആ പരമ്പര പഠിക്കേണ്ടത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഹദീസിനെ വിലയിരുത്താൻ സാധിക്കുക? ഇതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് നമ്മുടെ പൂർവ്വകാലത്തുള്ള പണ്ഡിതന്മാർ. അപ്പോൾ നമ്മുടെ രണ്ടാം പ്രമാണം എന്താണ്? സുന്നത്താണ്. ഖുർആൻ കഴിഞ്ഞാൽ നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ പ്രമാണം, തെളിവ് ഹദീസാകുന്നു. ഖുർആനിൻ്റെ വിശദീകരണമാണ് ഹദീസ്. അപ്പോൾ ഖുർആൻ മാത്രം ആണ് പ്രമാണം, ഖുർആൻ മതി എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ഒരിക്കലും ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല. എന്താ കാരണം? ഖുർആനിൻ്റെ വിശദീകരണം ഹദീസാണ്. ഹദീസ് ഇല്ലാതെ ഖുർആൻ പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഹദീസിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹി. ഖുർആന് ബയാനാകുന്നു, വിശദീകരണമാണ്. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹി. ജനങ്ങൾക്ക് അവതരിച്ചത് എന്താണോ ആ ഗ്രന്ഥം താങ്കൾ അവർക്ക്, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി. മാത്രമല്ല, ഹദീസിൽ, ഖുർആനിൽ പ്രതിപാദിക്കപ്പെടാത്ത പല നിയമങ്ങളും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹദീസ് നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർക്ക് ബാധകമല്ല. ഇപ്പം നമസ്കാരം, അതേപോലെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, അനുഷ്ഠാന കർമ്മങ്ങൾ നമുക്ക് മുറപ്രകാരം അനുഷ്ഠിക്കണമെങ്കിൽ എന്ത് വേണം? ഹദീസ് വേണം. ഇപ്പം നമസ്കാരം നോക്കൂ നിങ്ങൾ, നമ്മൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിക്കുന്നു. അതിനു മുമ്പ് നിയ്യത്ത് വെക്കുന്നു. അതേപോലെ തന്നെ ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു. റുക്കൂഅ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സുജൂദ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? സാഷ്ടാംഗം എന്നൊക്കെ മലയാളത്തിൽ പറയുമ്പം എന്താണ് അതിൻ്റെ സിഫത്ത്? സുജൂദിൻ്റെ രൂപം എങ്ങനെയാണ്?
എങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത്, റുക്കൂ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചൊല്ലേണ്ടത്, സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്, ഇഅ്തിദാൽ എന്താണ് ചൊല്ലേണ്ടത്, ഇഅ്തിദാൽ എങ്ങനെയായിരിക്കണം, ഇങ്ങനെ പല വിഷയങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നമസ്കാരം പോലെയുള്ള കർമ്മങ്ങളാകട്ടെ, ഇടപാടുകളാകട്ടെ, എല്ലാം അതിൻ്റെ വിശദീകരണം എവിടെയാണ്? ഹദീസിലാണ്. ഖുർആനിലും വന്നിട്ടുണ്ട്. പക്ഷേ ഖുർആനിലില്ലാത്ത എത്രയോ വിശദീകരണങ്ങൾ ഹദീസിലുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാം പ്രമാണത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പഠനമാണ് നാം ആരംഭിക്കുവാൻ പോകുന്നത്. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വൽഹാസിലു അന്ന സുബൂത ഹുജ്ജിയ്യത്തി സുന്നത്തിൽ മുതഹറത്തി واستقلالها بتشريع الأحكام ضرورة دينية ولا يخالف في ذلك إلا من لا حظ له في دين الإسلام. ഇർഷാദുൽ ഫുഹൂൽ എന്ന ഉസൂലുൽ ഫിഖിലെ അറിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇമാം ഷൗക്കാനി എഴുതിയ ഗ്രന്ഥം. അതിൽ പറയാണ്, അതായത് സുന്നത്തിൻ്റെ ഹുജ്ജിയത്ത്, സുന്നത്ത് പ്രമാണമാണ്, ഇതിൻ്റെ പ്രാമാണികത, അതേപോലെ തന്നെ അഹ്കാമുകൾ തശ്രീഅ ചെയ്യുന്ന വിഷയത്തിൽ അതിന് സ്വതന്ത്രമായ നിലപാടുണ്ട്. ഏതിന്? സുന്നത്തിന്. അതായത് ഖുർആനിൽ വരാത്ത പല നിയമങ്ങളും സുന്നത്തിലുണ്ട്. ദറൂറത്തുൻ ദീനിയ, അത് ദീനിൽ നിർബന്ധമായും അറിയപ്പെട്ട ഒരു വിഷയമാണ്. അത് ആരാണ് എതിർക്കുന്നത്? വലാ യുഖാലിഫു ഫീ ദാലിക ഇല്ലാ മൻ ലാ ഹദ്ദ ലഹു ഫീ ദീനിൽ ഇസ്ലാം, ദീനിൽ യാതൊരു സ്ഥാനവുമില്ലാത്ത, ഒരു ഹദ്ദുമില്ലാത്ത ആൾക്കാരാണ് അത് നിഷേധിച്ചു കളയുക എന്നത്. അതുകൊണ്ടാണല്ലോ ഇമാമത്ത് നിൽക്കുമ്പോൾ ആരെയാണ് ഇമാമത്ത് നിർത്തേണ്ടത്? ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യാനും ഖുർആനിൽ അവഗാഹമുള്ള ആളെയാണ് ഇമാമത്ത് നിർത്തേണ്ടത്. അത് ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ഖുർആൻ ഹാഫിദീങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാൻ പറ്റും, ഫഇൻ കാനൂ ഫിൽ ഖിറാഅത്തി സവാ, അവർ ഖുർആൻ പാരായണത്തിൻ്റെ വിഷയത്തിൽ ഒരുപോലെയാണെങ്കിൽ ഫഅഅലമുഹും ബിസ്സുന്ന, സുന്നത്തിൽ പാണ്ഡിത്യമുള്ള ആളെയാണ് ഇമാമായിട്ട് നിർത്തേണ്ടത് എന്ന്. മാത്രമല്ല ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, പഠിപ്പിച്ചതാണ്. എൻ്റെ സുന്നത്തിൽ നിന്ന് ആരാണോ പിന്തിരിഞ്ഞു കളയുന്നത്, എൻ്റെ സുന്നത്തി ആരാണോ അനിഷ്ടം കാണിക്കുന്നത്, അവൻ എന്നിൽ പെട്ടവനല്ല എന്ന്. അതുകൊണ്ട് സുന്നത്ത് നിഷേധിക്കുന്നവർ, സുന്നത്ത് വേണ്ട, ഖുർആൻ പ്രമാണമായിട്ട് മതി എന്ന് പറയുന്നവർ സൂക്ഷിക്കേണ്ടതാണെന്ന് മാത്രമല്ല, അവർക്ക് ശരിക്ക് ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥം അൽ മൻദൂമത്തുൽ ബൈഖൂനിയ, അല്ലമ ഉമർ ബിൻ മുഹമ്മദ് അല്ലെങ്കിൽ താഹ ബിൻ മുഹമ്മദ് അൽ ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ചെറിയ കാവ്യ ആവിഷ്കാരമാണ്, അഥവാ കവിതയാണത്. 34 കവിത വരികളുള്ള ഒരു ചെറിയ കൃതിയാണ്. അപ്പോൾ എന്താണ് ഈ കവിത രൂപത്തിൽ പണ്ഡിതന്മാർ ഹദീസിൻ്റെ വിഷയത്തിൽ മാത്രമല്ല പല ഇസ്ലാമിക ശാസ്ത്രങ്ങളിലും കവിത രൂപത്തിലാണ് ശരിക്ക് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് അതേപോലെ മുതിർന്നവർക്കൊക്കെ കാവ്യരൂപത്തിലാവുമ്പോൾ പാടിപ്പഠിക്കാനും മനഃപ്പാടമാക്കുവാനും എളുപ്പമാണ്. അപ്പോൾ ഈ 34 ബൈത്തുകൾ എന്ന് പറയുമ്പോൾ അത് ശരിക്ക് തുടക്കക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു കൃതിയാണ്. അതിനെ പണ്ഡിതന്മാർ പ്രാധാന്യത്തോടെ കാണുകയും പല ഷർഹുകൾ, വിശദീകരണം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അത് ലളിതമായ എന്നാൽ വളരെ ഇൽമുള്ള ഉപകാരപ്രദമായ ഒരു ഷർഹിൻ്റെ ഗ്രന്ഥമാണ് നാം ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുത്തുന്നത്. അത്അലീഖാത്തുൽ അസരിയ, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയുടെ പ്രമുഖ ശിഷ്യനായ ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി എഴുതിയ ഗ്രന്ഥമാണ് അത്അലീഖാത്തുൽ അസരിയ അൽ മൻദൂമത്തുൽ ബൈഖൂനിയ. ധാരാളം പണ്ഡിതന്മാർ ഈ ബൈഖൂനി എഴുതിയിട്ടുണ്ട്. അതായത് ഹിജ്റ 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ് അല്ലാമ അൽ ബൈഖൂനി. അദ്ദേഹത്തിനെ കുറിച്ച് ധാരാളം ജീവചരിത്രമായി ആർക്കും കൂടുതൽ പരിചയമില്ല, ചരിത്ര രേഖകളിൽ അങ്ങനെ കാണാൻ സാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഈ ബൈഖൂനിയ എന്ന ഈ കൃതി പണ്ഡിതന്മാർക്കിടയിൽ വളരെ വ്യാപകമായി. കാരണം അത് ഏവർക്കും പഠിക്കാൻ ലളിതമായ ഒരു ചെറിയ ഒരു കവിതയാണ്. അതിലൂടെ പല കാര്യങ്ങളും ഈ ഇൽമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, അടിത്തറ ശരിക്ക്
ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കാനും ഒക്കെ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു കൃതിയാണിത്. പല പണ്ഡിതന്മാരും ഇതിന് വിശദീകരണം എഴുതിയിട്ടുണ്ട്. അല്ലാമ മുഹമ്മദ് അബ്ദുൽ ബാഖി അസ്ദുർഖാനി റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെട്ട മാലിക്കി പണ്ഡിതനാണ്. അതേപോലെ ഷെയ്ഖ് അത്തിയൽ ഉജുഹൂരി അതിനെ ഹാഷിയത്ത് എഴുതിയിട്ടുണ്ട്. ഈ കിതാബിൽ തന്നെ ഇതിൻ്റെ 19ാമത്തെ പേജിൽ ബൈഖൂനിയയുടെ ഷർഹുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് നമുക്ക് വായിച്ചാൽ ആവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ്. അതായത് ബൈഖൂനിയ എന്ന ഈ കവിതയ്ക്ക് ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ്. അതിന് പല ഷർഹുകളും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ 19ാമത്തെ പേജിൽ തഅലീഖാത്തുൽ അസരിയയുടെ 19ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ അത്തഖ്രീറാത്തു സനിയ ഷെയ്ഖ് ഹസനുൽ മഷാത്ത് എഴുതിയ ഒരു ഗ്രന്ഥമാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ സൗദി അറേബ്യയിലെ അറിയപ്പെട്ട പ്രസിദ്ധ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 1421 മരണപ്പെട്ടു. അദ്ദേഹം രചിച്ച ഒരു ഗ്രന്ഥമാണ് ഷർഹുൽ മൻദൂമത്തുൽ ബൈഖൂനി. അത് ബുക്ക് സ്റ്റാളുകളൊക്കെ ശരിക്കും വിപുലമാണ്, നമുക്ക് അത് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ശരിക്ക് ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ തുടക്കക്കാർ പഠിക്കേണ്ട ഒരു കൊച്ചു ഗ്രന്ഥമാണ് അൽ ബൈഖൂനിയ. അൽ ബൈഖൂനി എന്ന പണ്ഡിതൻ എഴുതിയത് കൊണ്ട് തന്നെ അത് എന്ത് പേര് വന്നു? അൽ ബൈഖൂനിയ എന്ന പേര് വന്നു. മനസ്സിലായില്ലേ? അത് ശരിക്ക് അറബി ഭാഷയിൽ സർവ്വസാധാരണയാണ്. ഇപ്പോൾ ഖിറാഅത്ത് സ്റ്റുഡൻസ് പഠിക്കുന്ന ഗ്രന്ഥമാണ്. 1173 കാവ്യവരികളുള്ള ഗ്രന്ഥമാണ് ഹിർസുൽ അമാനി. ഈ ഹിർസുൽ അമാനി എന്ന 1000-ൽ കൂടുതൽ വരികളുണ്ട്. അതിലെന്താ പറയുക? ഷാത്തിബിയ എന്നാ പറയുക. ഇമാം ഷാത്തിബി എഴുതിയ ഗ്രന്ഥമായതുകൊണ്ട്. അതേപോലെ ഇമാം തഹാവി എഴുതിയ അഖീദയുടെ ഗ്രന്ഥമാണ് ചെറിയ ഗ്രന്ഥം. അതിൻ്റെ പേരെന്താണ്? അത്തഹാവിയ. അത് മനസ്സിലാക്കുവാൻ വേണ്ടി പറയാണ്. നമുക്ക് ഇന്ന് ആമുഖമാണ്. എന്താണ് ഈ ഹദീസ് നിദാന ശാസ്ത്രം? വലൈക്കും സലാം. ഈ ഹദീസ് നിദാന ശാസ്ത്രം എന്താണ്? ഉസൂൽ ഹദീസിൻ്റെ പ്രാധാന്യം എത്രത്തോളം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പ്രയത്നങ്ങൾ, അതേപോലെ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി എന്താണ് ഉസൂൽ ഹദീസ്? നാം പഠിക്കുന്ന ശാസ്ത്രത്തിൻ്റെ പേരെന്താണ്? ഉസൂലുൽ ഹദീസ്, മുസ്തലഹുൽ ഹദീസ്, ഖവാഇദുൽ ഹദീസ്. ഇതൊക്കെ ഇതിൻ്റെ പേരുകളാണ്. വ്യത്യസ്ത നാമങ്ങളാണെങ്കിലും അർത്ഥം ഒന്നാണ്. എന്താ അതിൻ്റെ തഅരീഫ്? ഇൽമുൽ ഹദീസ് ഇൽമുൻ യുഅറഫു ബിഹി ഹാലുർ റാവി വൽ മർവി മിൻ ഹൈസുൽ ഖബൂൽ വർ-റദ്ദ്. എന്താണ് ഹദീസ് നിദാന ശാസ്ത്രം? ഉസൂൽ ഹദീസ് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രയോഗമാണ്. അതിൻ്റെ നിർവചനമാണിത്. ഇൽമുൽ ഹദീസ് ഇൽമുൻ യുഅറഫു ബിഹി ഹാലുർ റാവി വൽ മർവി. അതായത് ഇൽമുൽ ഹദീസ് എന്ന് വെച്ചാൽ ഒരു ശാസ്ത്രമാകുന്നു, ഒരു ഇൽമാണ്. ആ ഇൽമു മുഖേന റാവിയുടെയും മർവിയുടെയും, റാവി എന്ന് പറഞ്ഞാൽ ഹദീസ് ധരിക്കുന്ന റിപ്പോർട്ടർമാർ, മർവി എന്ന് പറഞ്ഞാൽ ഹദീസ്. അപ്പോൾ ഹദീസിൻ്റെയും മത്നിൻ്റെയും റാവിമാരുടെയും അവസ്ഥയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ശാസ്ത്രമാണെന്ത്? ഇൽമുൽ ഹദീസ്. ഏത് നിലക്ക് മനസ്സിലാക്കാൻ പറ്റും? മിൻ ഹൈസുൽ ഖബൂലു വർ-റദ്ദ്. അതായത് ഈ റാവിയെ അല്ലെങ്കിൽ ഈ മത്തിന് പറഞ്ഞാൽ ഹദീസിൻ്റെ ടെക്സ്റ്റിനാണ് മത്തിന് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഈ ഹദീസ് അല്ലെങ്കിൽ ഈ റാവിയെ കൊള്ളാൻ പറ്റുമോ തള്ളാൻ പറ്റുമോ? ആണ് കബൂല് റദ്ദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തള്ളണമെങ്കിലും കൊള്ളണമെങ്കിലും അതിൻ്റെതായ എന്തുണ്ട്? നിയമങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പഠിപ്പിക്കുന്ന, നിയമങ്ങൾ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഏത്? ഉസൂലുൽ ഹദീസ്. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഇപ്പോൾ അൽഹംദുലില്ലാഹ് ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, പല ഗ്രന്ഥങ്ങളുമുണ്ട്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ മെനക്കെട്ട് പ്രയാസപ്പെട്ട് നമ്മൾ ഈ ഉസൂൽ ഹദീസൊക്കെ പഠിക്കുന്നത്? അത് ഇൻഷാ അല്ലാഹ് ഈ ആമുഖത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ഇത് പഠിക്കാനുള്ള കാരണം? എന്തിനാണ് നമ്മൾ ഉസൂൽ ഹദീസ് പഠിക്കുന്നത്? അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി സൂചിപ്പിക്കാൻ പോകുന്നത്. ഒന്നാമതായി നാം മനസ്സിലാക്കണം, നമ്മുടെ രണ്ടാം പ്രമാണം എന്താണ്? ഖുർആനാണ്, അല്ല സുന്നത്താണ്. ഒന്നാം പ്രമാണം ഖുർആന്, രണ്ടാം പ്രമാണം ഹദീസ്. ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് വിവേചിച്ച് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? ഉസൂൽ ഹദീസ് പഠിക്കണം. രണ്ടാം പ്രമാണം ആയ സുന്നത്ത്
സുന്നത്തിൽ എന്തുണ്ട്? ദുർബലമായ ഹദീസുകളുണ്ട്, സഹീഹായ ഹദീസുകളുണ്ട്. ഇത് പരസ്പരം വിവേചിച്ച് എങ്ങനെ നമ്മൾ തിരിച്ചറിയുക, വേർതിരിക്കുക എങ്ങനെയാണ്? ഹദീസ് ഉസൂൽ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉസൂൽ ഹദീസിൽ പണ്ഡിതന്മാർ പല നിയമങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹദീസിൻ്റെ റാവിമാരെ സംബന്ധിച്ച് ഇൻഷാ അള്ളാഹ് ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗം നാം ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ പഠനം എന്ന് പറഞ്ഞാൽ വെറും തിയറി മാത്രമല്ല, പ്രാക്ടിക്കലും കൂടിയുണ്ട്. അത് ഇൻഷാ അള്ളാഹ് അതിലൂടെ നമ്മൾ സംയോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹദീസ് അവസാനത്തെ ക്ലാസ്സിൻ്റെ അവസാനം ഇൻഷാ അള്ളാഹ് നമ്മുടെ സഹോദരന്മാർ അതിൻ്റെ PDF തയ്യാറാക്കും. അത് നിങ്ങളുടെ ഒരു പക്ഷേ കോൺടാക്ട് നമ്പറിലേക്ക് അത് സെൻഡ് ചെയ്യും ഇൻഷാ അള്ളാഹ്. എങ്ങനെയാണ് ഒരു ഹദീസ് തഖ്രീജ് ചെയ്തുകൊണ്ട് അതിൻ്റെ പരമ്പരയുടെ അടിസ്ഥാനത്തിൽ അത് ദുർബലമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക ഞാൻ പഠിക്കും ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന് നാം വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്തിന് സഹായം വേണം? ഉസൂൽ ഹദീസിൻ്റെ, മുസ്തലഹുൽ ഹദീസിൻ്റെ, ഖവാഇദുൽ ഹദീസിൻ്റെ സഹായം വേണം. അപ്പോൾ ഹദീസിൻ്റെ റാവിമാരെ സംബന്ധിച്ച്, ഹദീസ് റിവായത്ത് ചെയ്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് നമുക്ക് അവർ വിശ്വാസയോഗ്യരാണോ വിശ്വാസയോഗ്യരല്ലേ എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഉസൂൽ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം ഇതിൻ്റെ പ്രാധാന്യം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കൊണ്ടുവന്നത് അത് നിങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ വിലക്കിയത് അതിന് നിങ്ങൾ പിന്തിരിഞ്ഞ് കളയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഹദീസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് ന്യൂനമറ്റ അല്ലെങ്കിൽ സഹീഹായ വിശ്വാസയോഗ്യമായ പരമ്പരയാണ് ആ ഹദീസ് ഉള്ളത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? ഉസൂൽ ഹദീസിൻ്റെ സഹായത്താൽ. അപ്പം അതുകൊണ്ട് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഉസൂൽ ഹദീസിൻ്റെ സഹായത്താൽ നമുക്ക് സാധിക്കും. തീർച്ചയായും എല്ലാവർക്കും പണ്ഡിതം വരാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഹദീസിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ പണ്ഡിതന്മാരും അതേപോലെ വിദ്യാർത്ഥികളൊക്കെ ഷെയ്ഖ് അൽബാനിയുടെ ഗ്രന്ഥങ്ങൾ വളരെയധികം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഈ ഉമ്മത്തിന് ഈ കാലഘട്ടത്തിൽ, കാരണം ധാരാളം സംഘടനകളും അതേപോലെ തന്നെ വിഭാഗക്കാരും അതേപോലെ പ്രത്യശാസ്ത്രങ്ങളും, അപ്പോൾ ഈ ഒരു ഫിത്നയുടെ കാലഘട്ടത്തിൽ സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് ഹദീസ് സഹീഹാണ് ദഈഫാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും. അങ്ങനെയാണ് ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഷാമിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് പോലെ അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ധാരാളം ഹദീസുകൾ സഹീഹാണോ ദഈഫാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനായ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട്. എങ്ങനെയാണ് നമുക്ക് റസൂലിനെ മാതൃകയാക്കാൻ സാധിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ, റസൂലിൻ്റെ പ്രവർത്തനങ്ങൾ, തഖ്രീറാത്ത്, അംഗീകരിച്ച കാര്യങ്ങൾ, ഇതൊക്കെ സഹീഹായ പരമ്പരകളിലൂടെ നമുക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മത് സ്വീകരിക്കും. അല്ലെങ്കിലോ നമുക്ക് ആ ഹദീസ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അഥവാ ആ ദുർബലമായ ഹദീസ് നമ്മുടെ ദീനിൽ എന്തല്ല, തെളിവല്ല, പ്രമാണമല്ല. മാത്രമാണോ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ അഖീദ തൗഹീദിൻ്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ തഫ്സീറിൻ്റെ വിഷയത്തിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ പൂർവ്വകാലത്തുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ, ഇപ്പോൾ സഹാബികളുടെ കാലഘട്ടത്തിലുള്ള ചരിത്ര സംഭവങ്ങൾ, അതേപോലെ തന്നെ സഹാബികളുടെ ഉദ്ധരണികൾ, അതേപോലെ അഖീദൻ്റെ വിഷയത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പരമ്പരകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പൂർവ്വകാലത്തെ പണ്ഡിതന്മാരൊക്കെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആധികാരികമായ തഫ്സീർ ഗ്രന്ഥമാണ് ഇബ്നു ജരീർ തബരി എഴുതിയ തഫ്സീർ തബരി. ആ തഫ്സീർ തബരി നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും പരമ്പരയാണ്, മുഴുവനും. അതേപോലെ ഇമാം തബരിക്ക് ചരിത്ര ഗ്രന്ഥമുണ്ട്, അതിന് മുഴുവനും പരമ്പര. എന്ത് പരമ്പര എന്ന് പറഞ്ഞാൽ
ഏത് ചരിത്ര സംഭവം ഉദ്ധരിക്കുകയാണെങ്കിലും അതിന് മുമ്പ് എന്ത് ഉദ്ധരിക്കും? പരമ്പര ഇസ്നാദ് ഉദ്ധരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സംഭവം പറയുകയാണെന്ന് വിചാരിക്കുക. ഇമാം തബരി മുതൽ ഉസ്താദിൻ്റെ പേര് ഉദ്ധരിച്ച് മുതൽ ഉമർ ഖത്താബ് വരെ റളിയല്ലാഹു അൻഹു വരെയുള്ള റാവിമാരുടെ ലിസ്റ്റ് അങ്ങോട്ട് ഉദ്ധരിക്കും. അങ്ങനെയാണ് പൂർവ്വകാലത്തിൽ പണ്ഡിതന്മാരുടെ ഗ്രന്ഥരചന ശൈലി. അപ്പം അത് ഹദീസ് ഗ്രന്ഥം മാത്രമല്ല കേട്ടോ, തഫ്സീർ, അഖീദ, അതേപോലെ തന്നെ താരീഖ്, സീറ പോലെയുള്ള വിഷയങ്ങളിലൊക്കെ പരമ്പരയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പറയാൻ പലപ്പോഴും, അതായത് ഖുറാഫാത്തിൻ്റെയും അതേപോലെ ബിദഅത്തിൻ്റെയും ആൾക്കാർ പലപ്പോഴും ബിദഅത്തുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ശിർക്കിയായ കാര്യങ്ങളെ ന്യായീകരിക്കുവാൻ വേണ്ടി പലരും ദുർബലമായ കെട്ടുകഥകൾ ഉദ്ധരിക്കും. അപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ പറയും അത് ദുർബലമാണ്, അത് സ്ഥിരപ്പെട്ടിട്ടില്ല, അത് വ്യാജമാണ്. എങ്ങനെ പറയും? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉസൂൽ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പരമ്പര ഹാജരാക്കാൻ പറയും. ആ പരമ്പര പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ദുർബലമാണ് അല്ലെങ്കിൽ വ്യാജമാണ്. വ്യാജമായ റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്ന റാവിയാണെങ്കിൽ അത് വ്യാജമാണെന്ന് പറയും. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ വശം കൂടി നമ്മൾക്ക് നമ്മുടെ കൈമുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് അത് ശരിക്കും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. ഇൻഷാ അള്ളാഹ് അത് ഉണ്ടാകുന്നതാണ്. ഈ തുടക്കം ഇന്ന് തന്നെ നമ്മൾ ആരംഭിക്കും ഇൻഷാ അള്ളാഹ്. പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഹദീസ് നിദാനം ശാസ്ത്രം, ഹദീസ് നിദാന ശാസ്ത്രം, ഉസൂൽ ഹദീസ് പഠിക്കുന്നതോടു കൂടി മുസ്ലിമീങ്ങളുടെ മനസ്സിൽ സംതൃപ്തി ഉണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എന്താണ്? ഒരു ധൈര്യം, സമാധാനം. എന്താണ്? നമ്മുടെ ദീന് പ്രമാണബദ്ധമായ, വിശ്വാസയോഗ്യമായ, നമുക്ക് പൂർണ്ണമായും അവലംബിക്കാൻ പറ്റുന്ന ദീനാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് കേട്ട കേൾവി മാത്രമല്ല. നമുക്കറിയാം പല മതങ്ങളും, അതായത് പരമ്പരാഗതമായി ലഭിക്കുന്ന കേൾവികളും അതേപോലെ തന്നെ കഥകളും നിറഞ്ഞ മതങ്ങളാകുന്നു. പലപ്പോഴും നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ അതിനൊരു രേഖയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ പൂർവ്വകാലത്തുള്ള ആൾക്കാരൊക്കെ, പിതാക്കന്മാരൊക്കെ ചൊല്ലിപ്പറഞ്ഞ അല്ലെങ്കിൽ പ്രവർത്തിച്ച കാര്യങ്ങളാണ് നാം അനുഷ്ഠിക്കുന്നത് എന്നാണ് മറുപടി പറയാറുള്ളത്. നമുക്കങ്ങനെയല്ല. ദീനുൽ ഇസ്ലാമിൽ ഒരു കർമ്മം അത് അനുഷ്ഠാന കർമ്മമാകണമെങ്കിൽ, സൽക്കർമ്മമാകണമെങ്കിൽ, പുണ്യകർമ്മമാകണമെങ്കിൽ എന്ത് വേണം? ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ പിൻബലം വേണം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണത്. ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഉത്ബോധക ഗ്രന്ഥമായ ഉത്ബോധനത്തെ നാം ആണ് അവതരിപ്പിച്ചത്. എന്താണ് ഉത്ബോധനം? ഖുർആൻ. ഇനി ശ്രദ്ധിക്കണം. വ ഇന്നാ ലഹു ലഹാഫിദൂൻ, നിശ്ചയമായും നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. നിശ്ചയമായും നാം അതിനെ സംരക്ഷിക്കും. അള്ളാഹു ഒരു വാഗ്ദാനം നൽകുകയാണ്. എന്താണ് വിക്ർ എന്ന് പറഞ്ഞാൽ? പലപ്പോഴും നമ്മൾ പല ക്ലാസ്സുകളിലും ഖുർആൻ മാത്രം ഉദ്ധരിക്കും. എന്നാൽ ഈ വിക്രിൽ ഹദീസും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പണ്ഡിതന്മാരുടെ വീക്ഷണം. ഇമാം ഇബ്നു ഹസ്മ് അദ്ദേഹത്തിൻ്റെ അൽ ഇഹ്കാം ഫി ഉസൂലിൽ അഹ്കാം എന്ന അറിയപ്പെട്ട ഉസൂൽ ഫിഖിലെ ഒരു ഗ്രന്ഥമാണ് അൽ ഇഹ്കാം. അതിൽ പറയുന്നുണ്ട്, അദ്ദേഹം പറയാണ്, فأخبر تعالى كما قدمنا أن كلام نبيه صلى الله عليه وسلم كله وحي. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംസാരം മുഴുവനും വഹ്യാണെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് വഹ്യാണെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇമാം ഇബ്നു ഹസ്മ് പറയാണ്, വൽ വഹ്യു ബിലാ ഖിലാഫിൻ വിക്റുൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം, നബിയുടെ വചനങ്ങളൊക്കെ വഹ്യാണെങ്കിൽ വഹ്യ് യാതൊരു തർക്കവുമില്ലാതെ വിക്റാണല്ലോ. ഇബ്നു ഹസ്മ് പറയാണ്, വഹ്യ് യാതൊരു തർക്കവുമില്ലാതെ വിക്റാകുന്നു. വദ്ദിക്റു മഹ്ഫൂദുൻ ബിനസ്സിൽ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നസ്സിൻ്റെ അടിസ്ഥാനത്തിൽ, നസ്സ് എന്ന് പറഞ്ഞാൽ
നസ്സായിട്ട് വന്നു എന്ന് പണ്ഡിതന്മാരെ ഒരു പ്രയോഗമാണത്. അതായത് ഖുർആനിൽ ഗണ്ഡിതമായി വന്നിട്ടുണ്ട് എന്നർത്ഥം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. അപ്പം ഹദീസും എന്താണ്? ദിക്റാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഫസഹ ബിദാലിക അന്ന കലാമഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ലഹു മഹ്ഫൂദുൻ ബിഹിഫ്ദില്ലാഹി അസ്സ വജൽ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയുടെ എല്ലാ സംസാരവും സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മദ്മൂനുൻ ലനാ അന്നഹു ലാ യദ്ഇഉ മിൻഹു ഷൈഉൻ. നമുക്ക് അള്ളാഹു ഗ്യാരണ്ടി തന്നിട്ടുണ്ട്, അതായത് ഹദീസിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടുകയില്ല. ഇദ് മാ ഹഫിളല്ലാഹു തആല ഫഹുവ ബിൽ യഖീനി ലാ സബീല ഇലാ അൻ യദിഅ മിൻഹു ഷൈഉൻ ഫഹുവ മൻഖൂലുൻ ഇലൈനാ കുല്ലുഹു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം സംരക്ഷിക്കുവാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരിക്കലും ഒന്നും നഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഖുർആനാകട്ടെ സുന്നത്താകട്ടെ പൂർണ്ണമായി നമ്മിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച സംസാരം, അതേപോലെ പ്രവർത്തനങ്ങൾ, അംഗീകാരങ്ങൾ, ഇതൊക്കെ പൂർണ്ണമായും സഹാബികൾ കണ്ടതുപോലെ, കേട്ടതുപോലെ, പഠിച്ചതുപോലെ നമ്മിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സഹാബികൾ താബിഈങ്ങൾക്ക്, താബിഈങ്ങൾ അത്ബാഉ താബിഈങ്ങൾ പരസ്പരം കൈമാറിയ ആ പരമ്പര സഹിതം ശരിക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ആ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വിശ്വാസയോഗ്യമായ വിശ്വസനീയമായ 2 ഗ്രന്ഥങ്ങളാകുന്നു സഹീഹുൽ ബുഖാരി, അതേപോലെ സഹീഹു മുസ്ലിം. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫഉലിമ അന്ന കലാമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദ്ദീനി കുല്ലിഹി വഹ്യുൻ മിൻ ഇൻദില്ലാഹ്. അതായത് റസൂലിന്റെ സംസാരം ദീനിൽ മുഴുവനും എന്താണ്? അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹ്യാകുന്നു. വകുല്ലു വഹ്യിൻ മിൻ ഇൻദില്ലാഹി ഫഹുവ ദിക്റുൻ അൻസലഹുല്ലാഹ്. അതായത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹ്യാകട്ടെ അത് അള്ളാഹു അവതരിപ്പിച്ച ദിക്റാകുന്നു, ഉത്ബോധനമാകുന്നു. എന്താണ് ഇതിന് തെളിവ്? ഇബ്നുൽ ഖയ്യിം പറയാണ്, വഖദ് ഖാല തആല വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ. അള്ളാഹു താങ്കൾക്ക് എന്ത് അവതരിപ്പിച്ചിട്ടുണ്ട്? കിതാബും ഹിക്മത്തും അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് കിതാബ്? ഖുർആന്. ഖുർആൻ ഇവിടെ നിർത്തിയില്ല. വൽ ഹിക്മ. എന്താണ് ഈ ഹിക്മത്ത്? സുന്നത്താണത്. ഫൽ കിതാബു അൽ ഖുർആൻ. ഇബ്നുൽ ഖയ്യിമിന്റെ വിശദീകരണത്തിന്റെ ബാക്കിയാണ് കേട്ടോ. ഫൽ കിതാബു അൽ ഖുർആനു വൽ ഹിക്മത്തു അസ്സുന്നഹ്. വഖദ് ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു. എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്, അതിന് തുല്യമായതും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ഹദീസ്. അപ്പോൾ ഖുർആൻ പ്രമാണം എന്ന പോലെ തന്നെ ഹദീസും എന്താണ്? ദീനിൽ പ്രമാണമാകുന്നു. ഫഅഖ്ബറ അന്നഹു ഊതിയ സുന്നത കമാ ഊതിയൽ കിതാബ വല്ലാഹു തആല ഖദ് ളമിന ഹിഫ്ള മാ ഔഹാഹു ഇലൈഹി വഅൻസല അലൈഹി. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഖുർആൻ ആകട്ടെ, റസൂലിക്ക് പഠിപ്പിച്ചു തന്ന കൊടുത്ത ഹദീസാകട്ടെ, അതൊക്കെ സംരക്ഷിക്കുവാൻ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ എന്ന ആയത്തിന്റെ താല്പര്യത്തിൽ ഖുർആനും പെടുന്നുണ്ട്, അതേപോലെ ഹദീസും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ സാരം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉസൂലുൽ ഹദീസിൻ്റെ പ്രാധാന്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരിക്കും ഈ ഉസൂൽ ഹദീസ് പഠിക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹദീസിനെ സംരക്ഷിച്ചിട്ടുള്ളത്. ഹദീസ് ഗ്രന്ഥങ്ങൾ, ഉസൂൽ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും നമ്മെ ശരിക്കും കോരിത്തരിപ്പിക്കുന്ന വിധത്തിലുള്ള സംഭാവനകളാണ് പണ്ഡിതന്മാർ സമർപ്പിച്ചിട്ടുള്ളത്. കാരണം അത്രക്കും സൂക്ഷ്മമായ നിയമങ്ങൾ, അതായത് ആ വിഷയത്തിൽ യാതൊരു മുജാമലത്തുമില്ല. അതായത് ഈ പണ്ഡിതൻ എൻ്റെ പ്രിയപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഈ റാവി എൻ്റെ സ്നേഹിതനാണ്, മഷിൽ ഹാൽ, അയാളുടെ റിവായത്ത് എന്താ പറയുക, സ്വീകരിക്കുക, അങ്ങനത്തെ ഒരു നിലപാടില്ല ഇസ്ലാമിൽ. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ഒരു പക്ഷെ വലിയ പണ്ഡിതനായിരിക്കും, പക്ഷെ ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ എന്തുണ്ടാവും? വഅഫുണ്ടാവും, ദുർബലത ഉണ്ടാവും. അപ്പോൾ അയാളെ തള്ളി. ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് പൂർത്തീകരിക്കുകയാണ്. എന്താണ്? നമ്മുടെ ഖിറാഅത്തിന്റെ റിവായത്തിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ,
ആരുടെ റിവായത്താണ് നാം സ്വീകരിക്കുന്നത്? ഇപ്പോൾ ഇമാം ഹഫ്സിന്റെ റിവായത്ത്. ഇമാം ഹഫ്സ് ബിൻ സുലൈമാൻ അൽ കൂഫി അൽ അസദി, അദ്ദേഹം ഖുർആൻ പാരായണ ശാസ്ത്രത്തിൽ പ്രഗത്ഭ പണ്ഡിതനാണ്, വിശ്വാസയോഗ്യനാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. അതേപോലെ ഇമാം ഹഫ്സിന്റെ ഉസ്താദായ ഇമാം ആസിമും ഖിറാഅത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം വളരെ അവഗാഹം നേടിയ മഹാ ഇമാമാകുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഹദീസിന്റെ വിഷയത്തിൽ ഹഫ്സിന്റെ പേര് വന്നു വിചാരിക്കുക. അവിടെ ഖിറാഅത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം ഉഷാറാണ്, ആയതുകൊണ്ട് ഇവിടെ പണ്ഡിതന്മാരെ നിരുപാധികം സ്വീകരിച്ചോ? ഇല്ല. ഹദീസിന്റെ പരമ്പരയിൽ ഇമാം ഹഫ്സിന്റെ നാമം വന്നു കഴിഞ്ഞാൽ ആ ഹദീസ് ദുർബലമാണ്. അതേപോലെ ഇമാം ആസിമിന്റെ പേര് വന്നാലും അവിടെ ഒരു ന്യൂനതയാണ്. ഈ വിഷയത്തിൽ എന്തില്ല? യാതൊരു മുജാമലത്തും മുഹാബാത്തും ഇല്ലാതെയാണ് പണ്ഡിതന്മാർ വളരെ ഭദ്രമായി സൂക്ഷിച്ച ഒരു വിഷയമാണിത്. അത്രക്കും സൂക്ഷ്മമായ ഒരു വിഷയമാണിത്. ഇപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിൽ എന്താണ്? മൊത്തത്തിൽ പണ്ഡിതനാണ്, മഹാനാണ്, അത് പോരാ. ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ, ദബ്ത്തിന്റെ വിഷയത്തിൽ അത്രക്കും സൂക്ഷ്മത പാലിച്ചുകൊണ്ടുള്ള പഠനമായിരിക്കണം നടത്തിയത്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഇബ്നു ഹജർ അസ്ഖലാനിയുടെ തഹ്ദീബു തഹ്ദീബ് പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ, തഖ്രീബു തഹ്ദീബ് വായിച്ചു നോക്കൂ നിങ്ങൾ. ഇമാം ആസിമിന്റെ വിഷയത്തിൽ ഇമാം ആസിം ഇബ്നു അബി നജൂദ്, അദ്ദേഹം ദഈഫുൻ ഫിൽ ഹദീസ് ഹുജ്ജത്തുൻ ഫിൽ ഖിറാഅ, ഖിറാഅത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം മഹാനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹുജ്ജത്താണ്, പ്രമാണമാണ് അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ഹദീസിന്റെ വിഷയത്തിലോ ദുർബലനാണ്, ദഈഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹദീസിന്റെ പരമ്പരയൊക്കെ വായിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസ് സഹീഹാണ് ലൈഫാണ് നമുക്ക് ശരിക്കും ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് ശരിക്കും ഒരു ഫിഖത്ത് അനുഭവപ്പെടും. ഇത് അത്രക്കും നമ്മൾ ചെയ്യുന്ന കർമ്മം 100% ശരിയാണ്, പ്രമാണബദ്ധമാണ്, പ്രമാണത്തോട് യോജിച്ചിട്ടാണ് നമുക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ഹദീസിന്റെ ശാസ്ത്രം പഠിക്കണം. ഇമാം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി സലഫു സാലിഹീങ്ങളിൽപ്പെട്ട മഹാപണ്ഡിതനാണ്. അദ്ദേഹം ഇബ്നു മുബാറക് പറയാണ്, അൽ ഇസ്നാദു മിനദ്ദീൻ വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ. ഇസ്നാദ് ദീനിൽപ്പെട്ടതാകുന്നു, പരമ്പര പഠിക്കുന്നത് ദീനിൽപ്പെട്ടതാകുന്നു. ഇസ്നാദ് ഇല്ലെങ്കിൽ തോന്നിയവന് തോന്നിയത് പറയാമായിരുന്നു. ആർക്കും എന്തും പറയാം. റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സഹാബികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ശരിക്ക് ഒരാൾക്ക് തൻ്റെ ആദർശപ്രകാരം എന്തും വിളിച്ച് പറയാമായിരുന്നു. പക്ഷെ ദീനിൽ അങ്ങനെ പറ്റുകയില്ല. എന്താ കാരണം? അവിടെ ഇസ്നാദുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുകയുള്ളൂ, ഹദീസ് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും. ഈ ഇൽമ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ദീനാകുന്നു, നിങ്ങളുടെ ദീനാകുന്നു. ഈ ദീന് നിങ്ങൾ ആരിൽ നിന്നാണ് എടുക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന്, നിങ്ങൾ നോക്കണം, പരിശോധിക്കണമെന്ന്. ഇതൊക്കെ ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് മുസ്ലിമിൻ്റെ ആമുഖം ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ള ഉദ്ധരണികൾ കൊണ്ടാണ്. എന്താണ് ഹദീസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഇമാം മുസ്ലിമിൻ്റെ മുഖദ്ദിമ വായിച്ച് പഠിക്കണം. മാത്രമല്ല പ്രിയമുള്ളവരെ, നമുക്കറിയാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വല്ലവനും ഒരു വചനം നിർമ്മിച്ചുണ്ടാക്കി പറഞ്ഞാൽ, കളവായിട്ട് പറഞ്ഞാൽ, ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ എന്ന ഒരു താക്കീത്, നമുക്ക് ഗൗരവമായ താക്കീത് നമുക്ക് കേൾക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. അവൻ നരകത്തിൽ ഒരു സീറ്റിൽ ഇരുന്നു കൊള്ളട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണിത്, അപകടം പിടിച്ചൊരു മേഖലയാണ്. നബിയുടെ പേരിൽ ഒരു കാര്യം പറയുമ്പോൾ അത് സഹീഹല്ലാതെ, അത് കളവാണെങ്കിൽ നരകത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ധാരാളം മുസ്ലിമീങ്ങൾ സുബ്ഹാനല്ലാഹ് ഈ വിഷയത്തിൽ ലാഘവത്തോടെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവർ കാണുന്നു. അതായത് വളരെ എളുപ്പത്തിൽ ഒരു ബിദ്അത്തായ ഒരു കാര്യം സ്ഥാപിക്കുവാൻ വേണ്ടി ആ കാര്യത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നബി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ദുർബലമായ വ്യാജ ഹദീസുകളൊക്കെ തെളിവായിട്ട് ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബീൻ. അതായത് എന്നിൽ നിന്ന് ഒരാൾ ഒരു ഹദീസ് ധരിക്കുകയാണ്, അത് കളവാണെന്ന് അയാൾക്ക് ബോധ്യമുണ്ട്, അയാൾക്കറിയാം.
ഫഹുവ അഹദുൽ കാദിബീൻ, അവൻ കളവുകാരിൽ പെട്ടവനാകുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതേപോലെ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, ഈ ഹദീസ് മുതവാത്തിറാണ്, നിസ്സംശയം തെളിഞ്ഞ ഹദീസാകുന്നു. ഒരു ജമാഅത്തായ സഹാബികളിൽ നിന്ന്, ഒരു കൂട്ടം സഹാബികളിൽ നിന്ന്, ഒരു കൂട്ടം താബിഈങ്ങൾ, അങ്ങനെ നമ്മിലേക്ക് ജമാഅത്ത് സംഘമായി എത്തിപ്പെട്ട ഹദീസുകൾക്കാണ് എന്ത് പറയുക? മുതവാത്തിർ എന്ന് പറയുക. അതായത് സഹീഹായ ഹദീസുകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഗ്രേഡാണ് ശരിക്കും മുതവാത്തിർ. മുതവാത്തിറായ ഹദീസുകൾ ശരിക്ക് കുറവാണ്. ആ മുതവാത്തിൽപ്പെട്ടതാകുന്നു എന്ത്? ഈ ഹദീസ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ, ഒരാൾ വല്ലവനും മനപൂർവ്വം എൻ്റെ പേരിൽ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഫലിയതബവ്വ മഖ്അദഹു മിനന്നാർ, അവൻ നരകത്തിൽ ഒരു സീറ്റിൽ അവൻ ഇരുന്നു കൊള്ളട്ടെ എന്നാണ് ഈ ഹദീസിൻ്റെ ആശയം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ, അതായത് യറാ ഫഹുവ അഹദുൽ കാദിബീൻ എന്ന വബത്താണ് ഈ ഹദീസ് നൽകിയിട്ടുള്ളത്. അതുകൂടാതെ ഈ ഹദീസ് നിദാന ശാസ്ത്രത്തിലൂടെ നാം സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം ഖുറാഫാത്തുകളിൽ നിന്നും കെട്ടുകഥകളിൽ നിന്നും ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം പലരുടെയും തെളിവെന്താണ്? ഒന്നുകിൽ വ്യാജ ഹദീസുകൾ, അല്ലെങ്കിൽ കെട്ടുകഥകൾ, അല്ലെങ്കിൽ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ വരെ തെളിവായിട്ട് കാണുന്നവരുണ്ട്. അതൊന്നും ഒരിക്കലും ഇസ്ലാമിൽ എന്തല്ല, പ്രമാണമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വ്യാജ ഹദീസുകളും കെട്ടുകഥകളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് പരിശോധിക്കുക? അതിൻ്റെ ഉത്തരമാണ് ഉസൂലുൽ ഹദീസ്. ഉസൂൽ ഹദീസാണ് അതിൻ്റെ ഉത്തരം. ഇനി നമ്മൾ അവസാനമായി ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹദീസ് നിദാനശാസ്ത്രത്തിൻ്റെ ചരിത്രമാണ്. അത് വളരെ ലഘൂകരിച്ചുകൊണ്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ഹദീസ് നിദാനശാസ്ത്രത്തിൻ്റെ ആരംഭം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു പ്രേരണ ഖുർആനിക വചനമാണെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, ഫാസിഖായ ഒരു മനുഷ്യൻ നിങ്ങളിലേക്കൊരു വാർത്തയുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫതബയ്യനു, അത് പരിശോധിക്കണം. അപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ, വാർത്തകൾ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തണമെന്ന് പഠിപ്പിക്കുന്ന ദീനാകുന്നു ദീനുൽ ഇസ്ലാം. ഫതബയ്യനു എന്നതിൽ വേറെ ഖിറാഅത്തുണ്ട്, ഫതസബ്ബതു, എന്താണ്? ഉറപ്പ് വരുത്തണമെന്ന്. നിങ്ങൾ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം, അത് ശരിയാണോ അല്ല ശരിയല്ലേ എന്ന്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഹദീസിൻ്റെ വിഷയത്തിൽ അത് സഹീഹാണോ ദഈഫാണോ പരിശോധിക്കുവാൻ വേണ്ടി അവർ പല നിയമങ്ങളും മനസ്സിലാക്കി അത് രേഖപ്പെടുത്തി അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതാകുന്നു ഉസൂലുൽ ഹദീസ്. ഇബ്നു സീരീൻ, അറിയപ്പെട്ട താബിഈ പണ്ഡിതനാകുന്നു ഇബ്നു സീരീൻ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദ്. ഇബ്നു സീരീൻ പറയാണ്, അതായത് വിശ്വാസികൾ തുടക്കത്തിൽ ഇസ്നാദിനെ കുറിച്ച് ചോദിക്കുമായിരുന്നില്ല. പിന്നീട് എപ്പോഴാണ് ചോദിക്കാൻ തുടങ്ങിയത്? ഫലമ്മ വഖഅത്തിൽ ഫിത്ന, അതായത് ബിദഈ കക്ഷികളൊക്കെ ഉടലെടുക്കാൻ തുടങ്ങിയപ്പോൾ, ഒന്നതിന് ശേഷം ഫിത്ന സംഭവിച്ചതിന് ശേഷം, ഖാലു സമ്മൂ ലനാ റിജാലക്കും, നിങ്ങളുടെ പുരുഷന്മാർ, നിങ്ങളുടെ റാവിമാരെ കുറിച്ച് നിങ്ങൾ പേര് പറയുക, അവരുടെ പേരുകൾ ഉദ്ധരിക്കുക. ഫയുൻദറു ഇലാ അഹ്ലി സുന്ന ഫയുഖദു ഹദീസുഹും, അങ്ങനെ അഹ്ലുസുന്നത്തിൻ്റെ ആൾക്കാരാണോ അവരുടെ ഹദീസ് സ്വീകരിക്കും. വയുൻദറു ഇലാ അഹ്ലിൽ ബിദ്അ ഫലാ യുഖദു ഹദീസുഹും, അഹ്ലു ബിദ്അ ആണെങ്കിൽ അവരുടെ ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല. ഇത് ഇൻഷാ അല്ലാഹ് വിശദീകരണം വേറെയുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ആദം അൽ അസ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി, അടുത്ത കാലത്ത് മരിച്ച മക്കയിൽ അറിയപ്പെട്ട മുഹദ്ദിസായിരുന്നു. അദ്ദേഹം പറയുന്നു, വൽ മുറാദു ബിഹാ ഹുനാ ഫിത്നത്തുൽ അഖായിദ്, അഖീദയിൽ സംഭവിച്ച വ്യതിയാനങ്ങളാകുന്നു, കുഴപ്പങ്ങളാകുന്നു ഇവിടെ ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതുപോലെ? കൽ ഖവാരിജി വറവാഫിദി വനഹ്വിഹിം. അപ്പോൾ എന്താണ്? ഇപ്പം റാഫിദിയാക്കൾ അവർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബഹുമതി പറയുവാൻ വേണ്ടി ധാരാളം വ്യാജ ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കി. അപ്പം എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ആ ഹദീസിൻ്റെ പരമ്പരയിൽ വ്യാജ
റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്ന ഷിഈ ആശയക്കാരായ റാവിമാരുണ്ടാവും. അങ്ങനെ പണ്ഡിതന്മാർ കണ്ടുപിടിക്കും എന്താണ് അത്, ആ ഹദീസ് വ്യാജമാണ് അല്ലെങ്കിൽ ദുർബലമാണെന്ന് പഠിപ്പിക്കും. ഹദീസിൻ്റെ ആ ശാസ്ത്രം തുടക്കത്തിൽ ശരിക്ക് ഷഫഹി ആയിട്ടാണ്, അതായത് വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ പഠിതാക്കൾക്കുമൊക്കെ ഉസ്താദുമാർ തുടക്കത്തിൽ അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ശരിക്ക് വാക്കാൽ അവർ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നീട് ഹിജ്റ 2-ാം വർഷത്തിലാണ് ശരിക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ രചന ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിസാലയാണ് പണ്ഡിതന്മാർ സാധാരണ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ഒരു ആരംഭം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് കിതാബുർ റിസാലയിൽ തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് പിന്നീട് പണ്ഡിതന്മാർ അതായത് സ്വതന്ത്രമായിട്ട് ഈ ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ രചിക്കാൻ തുടങ്ങിയത്. ഈ വിഷയത്തിൽ ആദ്യമായി പൂർണ്ണമായും, അതായത് ഒരു ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ സ്വതന്ത്രമായി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ മുഹദ്ദിസുൽ ഫാസിൽ ബൈന റാവി വൽ വാഇ എന്ന ഗ്രന്ഥം. ഇമാം റാമ ഹുർമുസി എഴുതിയ ഹിജ്റ 360 മരണപ്പെട്ട അറിയപ്പെട്ട ഹദീസിൻ്റെ ഇമാമായിരുന്നു ഇമാം റാമ ഹുർമുസി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അൽ മുഹദ്ദിസുൽ ഫാസിൽ ബൈന റാവി വൽ വാഇ. അതേപോലെ ഇമാം ഹാക്കിം, നമുക്ക് കേട്ട് പരിചയമുള്ള പണ്ഡിതനാണ് ഇമാം ഹാക്കിമിൻ്റെ മഅരിഫത്തു ഉലൂമിൽ ഹദീസ്. അതേപോലെ അൽ കിഫായ ഫി ഇൽമി റിവായ, അൽ ഖതീബുൽ ബഗ്ദാദി എഴുതിയ അൽ കിഫായ ഫി ഇൽമി റിവായ. അതേപോലെ വലിയ പ്രശസ്തി നേടിയ ഗ്രന്ഥമാണ് നുഖ്ബത്തുൽ ഫിക്ർ, ചെറിയ ഗ്രന്ഥമാണ്. അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി എഴുതിയ നുഖ്ബത്തുൽ ഫിക്ർ ഫി മുസ്തലഹി അഹ്ലിൽ അസർ എന്ന ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ തുടക്കക്കാർക്ക് ശരിക്ക് യോജിച്ച, തുടക്കക്കാർ പഠിക്കുവാൻ വേണ്ടി എഴുതിയ ഒരു ഗ്രന്ഥമാണ് അല്ലമ ബൈഖൂനി എഴുതിയ അൽ ബൈഖൂനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കാവ്യരൂപത്തിലുള്ള ഗ്രന്ഥം. ഇതിൻ്റെ കാവ്യവരികൾ തുടക്കത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. പേജ് നമ്പർ 5, 6, 7. ഈ 34 ബൈത്തുകളും ഇതാണ് ഈ തുടക്കം. ബൈഖൂനിയുടെ ആരംഭമാണിത്. ഇതിൻ്റെ അവസാനം നോക്കൂ നിങ്ങൾ, എന്താ പറയുന്നത്? വഖദ് അദത് കൽ ജൗഹരിൽ മക്നൂനി സമ്മൈതുഹ മൻദൂമത്തുൽ ബൈഖൂനി. അതായത് പവിഴം പോലെയാണ് ഈ വരികളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിന് നാം ബൈഖൂനി എന്ന ആളുടെ മൻദൂമത്ത് എന്ന നാമം നൽകി. ഫൗഖ 30 ബി40 അതത്, അതായത് 43 ബൈത്തുകളാണ് കാവ്യവരികളാകുന്നു ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്ക് ഈ ഒരു ഗ്രന്ഥം ഇൻഷാ അല്ലാഹ് നാം അതിൻ്റെ ആരംഭം ബിഇദ്നില്ലാഹ് തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമായി ക്ലാസ്സിൽ സംബന്ധിക്കുക, പങ്കെടുക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, എഴുതി പഠിക്കുക. അതേപോലെ ബൈത്തുകൾ, ഈ കാവ്യവരികൾ മനഃപ്പാടമാക്കാൻ സാധിക്കുന്നവർക്ക് മനഃപ്പാടമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ലാസ് അവസാനിക്കത്തെ സമയമുണ്ട്. നമുക്ക് ആ ഒരു ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഒരു PDF ഫയലിൻ്റെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ നമ്മുടെ സഹോദരന്മാർ ആ ഗ്രൂപ്പിലുണ്ടോ? സ്ക്രീനിൽ കാണിക്കാൻ പറ്റുമോ? അത് കാണിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അതായത് നമ്മൾ ഇന്ന് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്, അതായത് ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസ് സഹീഹാണോ ദഈഫാണോ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഒരു വശമാണ്, ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ നാം വിശദീകരിക്കുന്ന ഹദീസ്, അതായത് റജബ് ശഅബാനു മാസവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്ന ഒരു ദുർബലമായ ഹദീസാകുന്നു. ആ ഹദീസിൻ്റെ ടെക്സ്റ്റ് ഇങ്ങനെയാണ്: ഖംസു ലയാലിൻ
ലാ യുറദ്ദു ഫീഹിന്ന ദുആ, അതായത് പ്രാർത്ഥന തടുക്കപ്പെടാത്ത, തള്ളപ്പെടാത്ത 5 രാവുകൾ. എന്താണ് ഹദീസ്? ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹിന്ന ദുആ, പ്രാർത്ഥന തള്ളപ്പെടാത്ത 5 രാവുകളുണ്ട്. എന്താ ഈ 5 രാവുകൾ? ലൈലത്തുൽ ജുമുഅ, അതായത് വെള്ളിയാഴ്ച രാവ് 1. 2 അവ്വലു ലൈലത്തിൻ മിൻ റജബിൻ, 2ാം രാവ് എന്താണ്? റജബ് മാസത്തിലെ 1ാം രാവ്, പ്രാർത്ഥന ഒരിക്കലും തടുക്കപ്പെടുകയില്ല. അതേപോലെ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിലെ 15ാം രാവ്. ലൈലത്തുൽ ഈദ്, പെരുന്നാൾ രാവ്. ലൈലത്തുൻ നഹർ, അതായത് ലൈലത്തുൽ നഹർ എത്രയാണ്? 10ാം ദുൽഹിജ്ജ 10ാം രാവ്. ഇങ്ങനെ ഈ 5 രാവുകളിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന തടുക്കപ്പെടുകയില്ല എന്നൊരു ഹദീസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും എന്താണ്, റജബ് മാസത്തിൻ്റെ 1ാം രാവ് ശരിക്ക് കൂടുതൽ പ്രാർത്ഥിക്കുകയും ഇബാദത്ത് എടുക്കുകയും ചെയ്യുന്നു. അത് ബിദ്അത്താണ് നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പലപ്പോഴും ഈ ഹദീസാണ് ഉദ്ധരിക്കാറുള്ളത്. അപ്പോൾ ഈ ഹദീസ് ആരാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? തുടങ്ങിയിട്ടില്ലേ? കുഴപ്പമില്ല. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ച ഹദീസാകുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദ്ധരണിയാണ്. ഇബ്നു ഉമർ ആരാണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനമാണിത്. ഇങ്ങനെ 5 രാവുകളുണ്ട് എന്ന്. ഈ 5 രാവുകളിൽ പ്രാർത്ഥന ഒരിക്കലും, അതായത് തള്ളപ്പെടുകയില്ല എന്ന്. അപ്പോൾ ഈ ഹദീസിൻ്റെ അല്ലെങ്കിൽ ഈ അസറിൻ്റെ പരമ്പര സഹിതം ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം അതിൻ്റെ? ഇപ്പോൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, ഇമാം മുസ്ലിം എന്താ റിപ്പോർട്ട് ചെയ്തു പറഞ്ഞാൽ അർത്ഥം? അതായത് പരമ്പര സഹിതം ഹദീസ് ഉദ്ധരിച്ചു എന്നാണ്. അപ്പോൾ ഈ ഹദീസ് എങ്ങനെയാണ് നമ്മൾ തഖ്രീജ് നടത്തുക? അതായത് ഈ ഹദീസ് സ്വീകാര്യമായ ഹദീസാണോ അല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഈ ഹദീസിൻ്റെ പരമ്പരയുടെ അടിസ്ഥാനത്തിൽ, ഈ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ട റാവിമാര് ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസയോഗ്യരാണോ അല്ലേ? അപ്പം അതിൻ്റെ ഒരു ശരിക്ക് തത്ബീഖ് അമലിയാണ് ഈ ഒരു ഹദീസിൻ്റെ പരമ്പര. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വാട്സാപ്പിൽ ഈ മെസ്സേജ് വന്നിട്ടുണ്ടോ? ഞങ്ങളെ ഒരു PDF ഫയൽ ഉണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ. ഇത് വരുന്നത് വരെ സ്ക്രീനിൽ ഒന്ന് എന്നോട് പറയണേ. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ പറയുന്നു, വഫീമ അംബഅനി അബൂ അബ്ദില്ലാഹിൽ ഹാഫിദ് ഇജാസത്തൻ, അബൂ അബ്ദില്ലാഹിൽ ഹാഫിദ് എന്നെ അറിയിച്ചു. അരെ അബൂ അബ്ദില്ലാഹിൽ ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഇമാം ബൈഹഖി അബൂ അബ്ദില്ലാഹിൽ ഹാഫിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇമാം ഹാക്കിമിൻ്റെ ശിഷ്യനാണ് ആര്? ഇമാം ബൈഹഖി. ഇമാം ബൈഹഖിയുടെ ഉസ്താദാണ് അബൂ അബ്ദില്ലാഹിൽ ഹാഫിദ്. എന്താണ് ഇമാം ഹാക്കിം പറഞ്ഞത്? വഹദ്ദസനാ ബിഹി അൻഹുൽ ഇമാമു അബൂ ഉസ്മാൻ ഇസ്മാഈൽ ഇബ്നു അബ്ദുറഹ്മാൻ. ഇസ്മാഈൽ ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മഹാ ഹദീസ് പണ്ഡിതൻ അബൂ ഉസ്മാൻ അസ്സാബൂനി ആകുന്നു വേറൊരു റാവി. അതായത് ഇമാം ഹാക്കിമിൽ നിന്നും ആരുദ്ധരിച്ചിട്ടുണ്ട്? ഇത് എടുക്കാൻ പറ്റുമോ? അപ്പം ഇമാം ബൈഹഖിയുടെ ഉസ്താദ് ആര്? ഇമാം അബൂ അബ്ദില്ലാഹി അൽ ഹാക്കിം. ഇമാം അബൂ അബ്ദില്ലാഹി അൽ ഹാക്കിമിൽ നിന്നും ആരുദ്ധരിച്ചിട്ടുണ്ട്? അബൂ ഉസ്മാൻ ഇസ്മാഈൽ ഇബ്നു അബ്ദുറഹ്മാൻ, മഹാപണ്ഡിതനാണ്. താഴെ തന്നെ ഓരോ ഇമാമിൻ്റെയും ഇവിടെ ചരിത്രം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള ജർഹ് തഅദീൽ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ. ഒന്ന് അബൂ അബ്ദില്ലാഹിൽ ഹാക്കിം, അതേപോലെ തന്നെ നിങ്ങൾ സ്ക്രീനിൽ നോക്കണം, അതേപോലെ അബൂ ഉസ്മാൻ ഇസ്മാഈൽ ഇബ്നു അബ്ദുറഹ്മാൻ. നിങ്ങൾ പരമ്പരയിലേക്ക് നോക്കുക, എന്നിട്ട് ആ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ട റാവിമാരുടെ ചരിത്രം താഴെ കൊടുക്കുന്നുണ്ട്. അതിനാണ് ജർഹ് തഅദീൽ എന്ന് പറയുക. അതായത് ആൾ വിശ്വാസയോഗ്യനാണോ അല്ലേ, അതിനാണ് ജർഹ് തഅദീൽ എന്ന ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അബൂ ഉസ്മാൻ
ഇസ്മായിൽ ഇബ്നു അബ്ദുറഹ്മാൻ അസ്സാബൂനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ പണ്ഡിതന്മാരും വിശ്വാസയോഗ്യരുമായ ഇമാമിങ്ങളാണ്. ഇനി അതിൻ്റെ താഴെ എന്താണ്? നമുക്ക് പരമ്പരയിലേക്ക് വീണ്ടും പോകാം. അഖ്ബറന ഖാല അഖ്ബറന അബൂ അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു അലി ഇബ്നു അബ്ദുൽ ഹമീദ്. മുഹമ്മദ് ഇബ്നു അലി ഇബ്നു അബ്ദുൽ ഹമീദ് എന്ന റാവിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഇതാരാ പറയുന്നത്? ഇമാം ഹാക്കിമും അതേപോലെ തന്നെ സാബൂനിയൊക്കെ പറയാണ്. അയാളെ സംബന്ധിച്ചും ഇവിടെ പറയുന്നുണ്ട് ഇമാം ഹാക്കിമിൻ്റെ ഉസ്താദാണ്. ഇമാം ഹാക്കിമിൻ്റെ ഉസ്താദാണ് ശരിക്ക് ഈ അബൂ അബ്ദില്ല മുഹമ്മദ് ഇബ്നു അലി ഇബ്നു അബ്ദുൽ ഹമീദ്. അതിനുശേഷം ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം എന്ന റാവി കാണാൻ പറ്റും. എന്താണ് പരമ്പരയിൽ പറയുന്നത്? ഖാല ഹദ്ദസനാ ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം ഖാല അഖ്ബറനാ അബ്ദുർ റസാഖ്. ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം എന്നോട് പറഞ്ഞു. ഇസ്ഹാഖിനോട് ആര് പറഞ്ഞു? അബ്ദുർ റസാഖ് പറഞ്ഞു. അപ്പം അബ്ദുർ റസാഖ് ആകുന്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിമിൻ്റെ ഉസ്താദ്. ഇനി താഴെ നമുക്ക് നോക്കാം. ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം ഇബ്നു അബ്ബാദ് അബു യഅഖൂബ് അദ്ദബരി. ഇത് ഇമാം ദഹബി താരീഖുൽ ഇസ്ലാം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. വക്കാന സഹീഹ സമാഅ. അതായത് അബ്ദുർ റസാഖിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ നേരിട്ട് കേട്ട് പഠിച്ച, ശരിക്ക് സഹീഹായി കേട്ട് പഠിച്ച പണ്ഡിതനാണ് ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിമിൻ്റെ ഉസ്താദാണ് അബ്ദുർ റസാഖ്. ആരാണ് ഈ അബ്ദുർ റസാഖ്? അബ്ദുർ റസാഖ് ഇബ്നു ഹമ്മാം അൽ ഹിംയരി അൽ ഹാഫിദുൽ കബീർ. മഹാഹാഫിദായിരുന്നു. ആലിമുൽ യമൻ അബൂബക്കർ അൽ ഹിംയരി. അതിൻ്റെ ഓരോ ഉദ്ധരണിയുടെയും അവസാനം റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് പ്രശ്നം. ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി എന്തുകൊണ്ടാണ് ഈ ഹദീസ് നമുക്ക് സ്വീകരിക്കുന്നില്ല പറയുന്നത്? നോക്കൂ, നിങ്ങൾ പരമ്പരയിലേക്ക് വീണ്ടും പോകാം. എന്താ പറയുന്നത്? അബ്ദുർ റസാഖിന് ശേഷം പറയാണ് ഖാല അഖ്ബറനി മൻ സമിഅ ഇബ്നുൽ ബൈലമാനി യുഹദ്ദിസു അൻ അബീഹി. ഇബ്നുൽ ബൈലമാനിയിൽ നിന്ന് കേട്ട ഒരാൾ എന്നോട് പറഞ്ഞു. അതിന് പരമ്പരയിൽ പറയാണ് ഇബ്നുൽ ബൈലമാനിയിൽ നിന്ന് കേട്ട ഒരാൾ. ആരാണ് ഈ ഒരാൾ? അയാളുടെ രേഖയില്ല, പേരും ഊരുമില്ല, അഡ്രസ്സില്ല. അതിനാന്ന് പറയാ മജ്ഹൂൽ എന്ന് പറയാം. അപ്പം മജ്ഹൂലായ റാവിയാണ്. ആ റാവിയിൽ നിന്നാണ് ആര് പഠിച്ചത്? ഈ ഹദീസ് ഇമാം അബ്ദുർ റസാഖ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി ഈ മജ്ഹൂലായ അറിയപ്പെടാത്ത ഈ റാവി ആരിൽ നിന്നാണ് കേട്ടത്? ഇബ്നുൽ ബൈലമാനിയിൽ നിന്ന്. ആരാണ് ഇബ്നുൽ ബൈലമാനി? ഇബ്നുൽ ബൈലമാനിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നു, ഇതിൻ്റെ പേരെന്താണ്? മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽ ബൈലമാനി. ഖാലൽ ബുഖാരിയു അബു ഹാത്തിം. ഇമാം ബുഖാരി, അതേപോലെ ഇമാം ബുഖാരിയെ പോലെ പണ്ഡിതനാണ് അബു ഹാത്തിം. മുൻകറുൽ ഹദീസ്, ഹദീസിൻ്റെ വിഷയത്തിൽ മോശമായ ആളാണെന്ന് പറഞ്ഞാൽ ഹദീസ് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. വഖാല ദാറഖുത്നി വഗൈറു ദഈഫുൻ. ഇമാം ദാറഖുത്നി പറഞ്ഞു അദ്ദേഹം ദുർബലനാണ്. വഖാല ഇബ്നു ഹിബ്ബാൻ, ശ്രദ്ധിക്കണം, ഇബ്നു ഹിബ്ബാൻ പറഞ്ഞു ഹദ്ദസ അൻ അബീഹി ബിനുസ്ഖത്തിൻ ശബീഹൻ ബിമിഅതൈ ഹദീസിൻ കുല്ലുഹ മൗദൂഅ. അതായത് തൻ്റെ പിതാവിൽ നിന്ന്, ഇബ്നുൽ ബൈലമാനി തൻ്റെ പിതാവിൽ നിന്ന് ഏകദേശം 200 ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെല്ലാം വ്യാജമാണെന്ന്. ഇതെല്ലാം വ്യാജമാണെന്ന് ആര് പറഞ്ഞു? ഇബ്നു ഹിബ്ബാൻ പറഞ്ഞു. ഇനി ആരാണ് അൻ അബീഹി എന്ന് പറഞ്ഞത്? ഇബ്നുൽ ബൈലമാനി പരമ്പരയിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഉപ്പായിൽ നിന്നാണ് പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ആരാണ് ഈ പിതാവ്? അബ്ദുറഹ്മാൻ ഇബ്നുൽ ബൈലമാനി. നോക്കൂ നിങ്ങൾ, അബ്ദുറഹ്മാൻ ഇബ്നുൽ ബൈലമാനി താബിഈങ്ങളിൽ പ്രസിദ്ധനാണ്. പക്ഷേ ഇബ്നു ഉമർ ഉദ്ധരിക്കുന്നുണ്ട് ലയ്യനഹു അബു ഹാത്തിം. അബു ഹാത്തിം അദ്ദേഹം ദുർബലനാണെന്ന് പറഞ്ഞു. വഖാല ദാറഖുത്നി ദഈഫുൻ, ദാറഖുത്നി ദഈഫാണെന്ന് പറഞ്ഞു. ലാ തഖുമു ബിഹി ഹുജ്ജത്തുൻ, അതായത് അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികളൊന്നും ശരിക്ക് നമുക്ക് പ്രമാണമായി സ്വീകരിക്കാൻ പറ്റില്ല. ഇബ്നു ഹിബ്ബാൻ പറഞ്ഞു ലാ യജിബു അൻ യുഅ്തബറ ബിശൈഇൻ മിൻ ഹദീസിഹി. അതായത് പിതാവായ അബ്ദുറഹ്മാന്റെ റിവായത്ത് ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഇദാ കാന മിൻ റിവായത്തി ഇബ്നിഹി, മകന് പിതാവിൽ നിന്ന്, അതായത് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ പിതാവായ ഇബ്നുൽ ബൈലമാൻ ഉദ്ധരിക്കുന്ന റിവായത്താണെങ്കിൽ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. എന്താ കാരണം? ലിഅന്ന ഇബ്നഹു മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ യദഉ അലാ അബീഹിൻ അജായിബ്. അത്ഭുതകരമായ പല റിപ്പോർട്ടുകളും വ്യാജമായി ശരിക്ക് മകന് ഉപ്പായിൽ നിന്ന്, പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് എന്ന്. നോക്കൂ നിങ്ങൾ, ഇത് ഈ ഒരു പരമ്പരയുടെ അടിസ്ഥാനം നമ്മൾ പരിശോധിച്ചപ്പോൾ കാര്യം പിടുത്തം കിട്ടി. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ്
ശരിക്ക് പുണ്യകർമ്മമാണെന്ന് പറഞ്ഞിട്ട് സാധാരണ മുസ്ലിമീങ്ങളെ ശരിക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. സാധാരണക്കാർ അറബി വചനങ്ങൾ കേൾക്കുന്നു, 5 രാവുകളിൽ എന്താണ് പ്രാർത്ഥന ഒരിക്കലും തടുക്കപ്പെടുകയെന്ന് കേൾക്കുമ്പോൾ പാവങ്ങളായ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് സത്യമാണെന്ന് ഇമാം ബൈഹഖി ഉദ്ധരിച്ചെന്ന് പറയുകയും ചെയ്യും. പക്ഷെ ഈ പരമ്പരയുടെ യാഥാർത്ഥ്യം സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കുകയില്ല. പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ഇത് അറിഞ്ഞാൽ പോലും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. പരമ്പരയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ ദുർബലപ്പെട്ട അല്ലെങ്കിൽ വ്യാജ റിപ്പോർട്ട് എന്ന് വരെ പറയാൻ പറ്റുന്ന ഒരു വളരെ മോശമായ ഒരു പരമ്പരയാണ് ഈ ഉദ്ധരണിക്കുള്ളത്. ഇതൊരു ഉദാഹരണമാണ്. ഇതൊക്കെ ഹദീസിൻ്റെ ശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ, ജർഹ് തഅദീലിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, താരീഖിൻ്റെ ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനം നമുക്ക് ഇങ്ങനെ ഓരോ റാവിമാരെക്കുറിച്ചും കൃത്യമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവസാനമായി പറയാനുള്ളത്, ഇമാം നവവി, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ ഉമ്മിൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും വേറൊരു തെളിവായിട്ട്. എന്താണ് ഇമാം ഷാഫിഈ ഉമ്മിൽ പറഞ്ഞത്? അതായത് കാന യുഖാലു ഇന്ന വബലഗന അന്നഹു കാന യുഖാലു ഇന്ന ദുആ യുസ്യബു ഫി 5 ലയാലിൻ. ഈ പറഞ്ഞ 5 രാവുകളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്ന് നമ്മിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഈ ഉദ്ധരണി വായിക്കുമ്പോൾ സാധാരണക്കാർ തെറ്റിദ്ധരിക്കും. ഇമാം ഷാഫിഈ വളരെ സൂക്ഷ്മമായ പ്രയോഗമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഹദീസിൻ്റെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലഗന യുഖാലു എന്ന പ്രയോഗം വന്നു കഴിഞ്ഞാൽ അതിനാണ് തംരീദിന്റെ സീഗ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ആ ഹദീസ് ദുർബലമാണ്, അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നതിനുള്ള സൂചക വാക്കുകളാണ് ഈ വാക്കുകൾ. എന്താണ്? ബലഗന, നമ്മിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇമാം മാലിക് പറയാണ് മുവത്തയിൽ ബലഗന എന്ന് പറയുന്ന അർത്ഥം അവിടെ പരമ്പര ഉദ്ധരിക്കുന്നില്ല. അല്ലെങ്കിൽ യുഖാലു കർമ്മിണി പ്രയോഗമായ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതിൻ്റെ അർത്ഥം ആ ഹദീസ് അല്ലെങ്കിൽ ആ ഉദ്ധരണി ദുർബലമാണെന്ന്. അപ്പോൾ ഈ പ്രയോഗങ്ങളൊക്കെ ഇമാം നവവി ഷർഹുൽ മുഹദ്ദബിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്. അതാണ് അവസാനത്തെ ഉദ്ധരണി. അതിൽ പറയുന്നുണ്ട് സഹീഹായ ഹദീസാണെങ്കിൽ അവിടെ ശരിക്കുന്നതാണ് റവ എന്നാണ് പറയേണ്ടത്. ഈ കർത്തൃ പ്രയോഗമാണ്, കർത്താവിനെ ധരിച്ചുകൊണ്ട് പറയണം. ഈ പണ്ഡിതൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിലോ ദുർബലമായ റിപ്പോർട്ടാണെങ്കിലോ റുവിയ, ഹുക്കിയ, യുഖാലു, ബലഗന എന്നൊക്കെയാണ് പ്രയോഗിക്കേണ്ടത്. ഇമാം നവവി വളരെ വിശദമായി തന്നെ ഷർഹുൽ മുഹദ്ദബി തുടക്കത്തിൽ പറയുന്നുണ്ട്. ഇത് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ഹദീസ് ശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ഒരു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴത്തിൽ ഇൽമ് പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാഫിആയ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.